ഘടകകക്ഷികളുടെ എതിർപ്പ് അവഗണിച്ച് കിഫ്ബി ടോൾ ഉറപ്പിച്ച LDF. കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇടതുമുന്നണിയുടെ സർക്കുലർ. ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ വരുമാനം ഉണ്ടാക്കണമെന്നും സർക്കുലറിൽ. രശ്മി കാർത്തിക വിവരങ്ങളുമായി ചേരുന്നു. രശ്മി, വിശദാംശങ്ങൾ. അനു, നമുക്കറിയാം ഇടത് സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അത് ഇടത് നയത്തിനെതിരാണെന്നും ജനദ്രോഹപരമാണ് എന്നും ഉള്ള ഒരു വിമർശനങ്ങൾ പരക്കെ നിലനിൽക്കുന്നുണ്ട്. അത് മദ്യപ്ലാന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കിഫ്ബി ടോളിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ രീതിയിൽ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രധാന ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സർക്കുലർ ഇടതുമുന്നണി പുറത്തിറക്കിയിരിക്കുന്നത്. കിഫ്ബി ടോൾ പിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അതായത് കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണം. കിഫ്ബിയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും LDF ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇടതുമുന്നണി പുറത്തിറക്കിയ ഈ സർക്കുലറിൽ പറയുന്നൊരു കാര്യം. CPI ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ എതിർപ്പ് അറിയിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. അത് ചർച്ചകളൊന്നും കൂടാതെ യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും ഇല്ലാതെ ചർച്ചകളും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി എത്തുന്നത്. കിഫ്ബി വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ നേരിടുന്നുണ്ട്. നമുക്കറിയാം തോമസ് ഐസക്കാണ് കിഫ്ബി കൊണ്ടുവന്നത് തന്നെ. അന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാകില്ല, ടോൾ പിരിക്കില്ല എന്നുള്ളതൊക്കെയായിരുന്നു അന്ന് ധനമന്ത്രിയായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഇപ്പോൾ മാറുന്നത്. ടോളിനെതിരെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭവുമായിട്ടൊക്കെ രംഗത്ത് വന്ന പാർട്ടിയാണ് ഇടതുമുന്നണി. ദേശീയപാതയിൽ ടോൾ പിരിക്കുന്നതിനടക്കം ഇടതുമുന്നണി രംഗത്ത് വന്നിട്ടുണ്ട്. ആ ടോൾ പിരിക്കുന്നതിനൊക്കെ ശക്തമായി എതിർപ്പറിയിച്ച ഇടതുമുന്നണി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നയം സ്വീകരിച്ചിരിക്കുന്നത്. സർക്കുലറിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമുക്കറിയാം കിഫ്ബിയുടെ വായ്പ അത് പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് CNDG പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി വായ്പകൾ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ ബാധ്യത നേരിടുന്നുണ്ട് എന്നുള്ളതൊക്കെ ധനമന്ത്രി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ കിഫ്ബിയെ ഒരു റവന്യൂ മോഡലായി കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യം ബജറ്റിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ കിഫ്ബി ടോൾ പിരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി എത്തിയിരിക്കുന്നു. ഇടതുമുന്നണിയുടെ സർക്കുലറിലാണ് ഇത്തരത്തിൽ കാര്യം പറയുന്നത്. ജനദ്രോഹപരമായിട്ടുള്ള നടപടിയാണ് എന്നുള്ള പരക്കെ വിമർശനം ഉയരുന്നുണ്ട്. കാരണം ടോളിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വരുന്ന ഇടതുമുന്നണി തന്നെയാണ് ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നയം മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അത് മദ്യപ്ലാന്റിന്റെ കാര്യത്തിൽ പോലും നമുക്കറിയാം വലിയ രീതിയിൽ ആ പ്രദേശത്തെ കാര്യങ്ങൾ പഠിക്കാതെ സർക്കാർ കൈക്കൊണ്ട തീരുമാനം അതിനെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ പോലും എതിർക്കുന്ന ഒരു സാഹചര്യം. കാരണം ഇനി തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വലിയ ചർച്ചകളൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ ഈ ഒരു നിലപാട് ഈ ഇടതുമുന്നണിയുടെ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കിഫ്ബി വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിഫ്ബിയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഒരു സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. അനു, രശ്മി, ഈ ഘടകകക്ഷികളുടെ എതിർപ്പ് പോലും അവഗണിച്ച് കിഫ്ബി ടോളുമായി മുന്നോട്ട് പോകുന്നു. എലപ്പള്ളിയിലും സമാനമായ സ്ഥിതിവിശേഷമാണ്. ബ്രൂവറിയുമായി മുന്നോട്ട് പോകാൻ CPM തീരുമാനിക്കുന്നു. ഏകപക്ഷീയമായ നീക്കങ്ങൾ ഒരു പക്ഷേ മുന്നണിയിലെ വലിയേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന രാഷ്ട്രീയ വിലയിരുത്തൽ കൂടി വരുന്നുണ്ടോ? CPIയും അതോടൊപ്പം തന്നെ RJD അടക്കം വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ മദ്യപ്ലാന്റിന്റെ കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനം അത് വലിയ രീതിയിൽ, അതായത് ഇതേ രീതിയിലുള്ള തീരുമാനങ്ങൾ, അത് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതായത് പിണറായി പറയുന്ന കാര്യങ്ങൾ പാർട്ടി അതേപടി കേൾക്കുന്നു, ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു, കൃത്യമായ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നുള്ളത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രി അടക്കം മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിലൊക്കെ ആ കാര്യത്തിൽ തന്നെ എതിർപ്പ് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള ഒരു തീരുമാനം. അതും കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയോട് യോഗത്തിന് ശേഷം പ്രതികരണം തേടിയപ്പോൾ അതിൽ നിലവിൽ ചർച്ചകൾ നടന്നിട്ടില്ല, സർക്കാർ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ
ടോൾ പിരിക്കുന്നതിന് ഒരു പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. ഈ സർക്കുലറിൽ അക്കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. ഏതായാലും ഇടത് സർക്കാരിന്റെ ഈ ഒരു നയം മാറ്റം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. യാതൊരു തരത്തിലും ടോൾ പിരിച്ച് ജനങ്ങൾക്ക് ദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ ദേശീയപാതയിലടക്കം ടോൾ പിരിക്കുന്നതിനെ വലിയ രീതിയിൽ എതിർക്കുകയും രംഗത്ത് വരികയും പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഈ കിഫ്ബി റോഡുകളിൽ ജനദ്രോഹപരമായിട്ടുള്ള നടപടി കൈക്കൊള്ളാൻ പോകുന്നത്. അത് കിഫ്ബിയെ ആ ഒരു റവന്യൂ മോഡലായി തന്നെ ഉപയോഗിക്കുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ധനമന്ത്രി നൽകിയിരുന്നതാണ്, മുഖ്യമന്ത്രിയും നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ സർക്കുലറിലും ഈ കാര്യം ആവർത്തിച്ച് പറയുന്നു. അനു. ശരി രശ്മി.